ഇന്ന് നമുക്കിവിടെ പണിക്കാരുണ്ട്. ഇഞ്ചിക്ക് വളമിടാൻ വേണ്ടിയിട്ട് 4 പേരേ ഉള്ളൂ. ആ 4 പേരിൽ ഒരാൾ ഫുഡ് കൊണ്ടുവന്നിട്ടില്ല. അപ്പോൾ ആൾക്ക് ഭക്ഷണം മേടിക്കാൻ പോകണം. നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ് ഇവിടെ കൃഷിസ്ഥലങ്ങളോട് ചേർന്നല്ല വീടുകൾ. കൃഷിസ്ഥലം ഒരിടത്തായിരിക്കും, താമസം വേറൊരിടത്തായിരിക്കും. ഒരുപാട് കുടുംബങ്ങളൊക്കെ ചേർന്നിട്ട് ഒന്നിച്ച് താമസിക്കുന്ന ഒരു ഊര്. അപ്പോൾ ഇതുപോലെയുള്ള ഊരിനോട് ചേർന്നിട്ടായിരിക്കും സൗകര്യങ്ങളും കടകളും ഒക്കെ. അതുകൊണ്ട് തന്നെ നമ്മുടെ സൈറ്റിൽ നിന്ന് ഏകദേശം 8-10 മിനിറ്റോളം വേണം ഇവിടെ വന്ന് ഫുഡ് വാങ്ങാൻ. ഈ റൈസിന്റെ മസാലകൾ മാറ്റി പലതരം റൈസ് ഉണ്ട് ഇവിടെ. ബാത്ത് എന്ന് പറഞ്ഞ സാധനമാണ് ഞാൻ വാങ്ങിയത്. ഇതിന്റെ കൂടെ പരിപ്പൊടിയൊക്കെ കിട്ടും കേട്ടോ. അങ്ങനെ ഫുഡ് വാങ്ങി ഞാൻ സൈറ്റിൽ തിരിച്ചെത്തി. തകൃതിയായി നടക്കുന്ന വളമിടൽ പരിപാടി ഇന്ന് ഉച്ചയോട് കൂടി തീർക്കാനുള്ള കഠിന പരിശ്രമത്തിലാണ് അക്കമാര്. ചില സമയങ്ങളിൽ നമുക്ക് വെറുതെ നിൽക്കാൻ പറ്റും, ചില സമയങ്ങളിൽ ഇതുപോലത്തെ വെയിറ്റ് എടുക്കേണ്ടി വരും. എൻ്റെ തോളത്തിരിക്കുന്ന സാധനമാണ് വളം. ഇത് ഇന്നലെ മിക്സ് ചെയ്ത് വെച്ചാട്ടോ. പല വളങ്ങളും ഒന്നിച്ച് കൂട്ടിയിട്ടാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. ഇതിൻ്റെ കൂടെ പിണ്ണാക്ക് പിടിച്ചതും അതും ഇതൊക്കെ ചേർത്തിട്ടുണ്ട്. വളവിടാൻ വന്ന 4 പേരെ കൂടാണ്ട് ഒരാളും കൂടി ഉണ്ട് കേട്ടോ. ചാലൊക്കെ ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് ഒരു അണ്ണനും കൂടി ഉണ്ട്. പുള്ളി തിരക്ക് പിടിച്ച് പണിയിലായിരുന്നതുകൊണ്ട് 1-2 ചാക്ക് വളം ഇവരുടെ അടുത്തേക്ക് എത്തിക്കേണ്ടത് എൻ്റെ ഡ്യൂട്ടി ആയിരുന്നു. വളം പരമാവധി ചുവടുകൾക്കിടയിലൂടെ ഇടാനാണ് നമ്മൾ പറയുക. പക്ഷേ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഇലയിലേക്ക് ആയിപ്പോവും. അതവർ സ്പീഡിൽ അങ്ങനെ ഇട്ട് പോകുമ്പോൾ ആവുന്ന കേട്ടോ. ഒന്നാമത്തെ കാര്യം, ഇലയിലേക്കൊക്കെ ഇങ്ങനെ അധികം ആയി കഴിഞ്ഞാൽ വളം വേസ്റ്റ് ആയി പോകും. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെടിക്ക് അത്ര നല്ലതുമല്ല. ചിലപ്പോൾ ഇലകൾ പൊള്ളിപ്പോവും. ഇത് രണ്ടാമത്തെ വളാട്ടോ കൊടുക്കുന്നത്. ആദ്യം ഒരു പൊടിവളം ഇട്ടിരുന്നു കുറച്ച് നാൾ മുന്നേ. ഇഞ്ചി നട്ടതിൻ്റെ സൈഡിൽ കൂടെ, അതായത് സ്ഥലത്തിൻ്റെ ബൗണ്ടറി കൂടെ നമ്മൾ വാഴ വെച്ചിരുന്നു. ഇഞ്ചി കിടുന്നതിൻ്റെ ഒപ്പം തന്നെ ഇതിനും വളവിട്ട് പോകുന്നുണ്ട്. ഇഞ്ചി നട്ടതിന് ശേഷം ഏകദേശം ഒരു 2 ആഴ്ചയോളം കഴിഞ്ഞിട്ടാണ് വാഴ വെച്ചത്. ഇതാ അണ്ണനോടെ ഒരു സൈഡിൽ നിന്ന് ചാല് ക്ലിയറാക്കി വരുന്നുണ്ട്. ഇത് വയലേരിയാണ്, അതുകൊണ്ട് വെള്ളം കെട്ടി നിന്നാലും പ്രശ്നമാണ്. അപ്പോൾ ആ വെള്ളം സുഗമമായി ഒഴുകി പോകാനാണ് ചാല് ക്ലിയറാക്കുന്നത്. കഴിഞ്ഞ ദിവസം ഈ ചാലിൽ ഞാൻ 3-4 ഞണ്ടുകളെ കണ്ടായിരുന്നു കേട്ടോ. കുറച്ച് മുഴുത്ത ഞണ്ടുകൾ തന്നെയായിരുന്നു. ഇന്നിനിപ്പോൾ വൈകുന്നേരം ഒന്നുകൂടി നോക്കണം. ഇനിയിപ്പോൾ എനിക്കുള്ള അടുത്ത പരിപാടി നനയാട്ടോ. ഇപ്പം സമയം 11:15. ഇവർ ഈ വളമിട്ട് വരുന്നതിൻ്റെ പുറകെ തന്നെ നമ്മൾ ഇത് നനച്ചും പോരുന്നുണ്ട് കേട്ടോ. അപ്പം അടുത്ത ഷിഫ്റ്റ് വെക്കാൻ സമയമായി. അപ്പം നമുക്ക് അത് പോയി വെച്ചിട്ട് വരാം. ഇവിടെ കറണ്ട് ഒരു നിശ്ചിത മണിക്കൂറുകളിലേക്ക് ഉണ്ടാവുള്ളൂ. ആ സമയത്തിനുള്ളിൽ നമ്മൾ ഇത് ഓരോ ഷിഫ്റ്റായിട്ട് വെച്ചിട്ടാട്ടോ നനച്ച് തീർക്കുന്നത്. നിലവിൽ നനയ്ക്കാനുള്ളതിലേക്കുള്ള വാൽവ് തുറന്ന് നേരത്തെ നനച്ചുകൊണ്ടിരുന്നതിലേക്കുള്ള വാൽവ് അടച്ചു. ഇങ്ങനെ പലതവണ റിപ്പീറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഷിഫ്റ്റ് മാറ്റുന്നത്. ചിലപ്പോഴൊക്കെ ഈ പൈപ്പിലിട്ടിരിക്കുന്ന സ്പ്രിംഗ്ലറൊക്കെ പണി മുടക്കും. കരട് കൊടുക്കുന്നൊക്കെ ആയിരിക്കും ചിലപ്പോൾ. അപ്പം അതിൽ നിന്ന് വെള്ളം വരുന്ന കറക്റ്റ് ആയിരിക്കുമല്ലോ കേട്ടോ. ഇത് ഇങ്ങനെയൊക്കെ ആയിരിക്കും. ചിലപ്പോഴൊക്കെ അഴിച്ചു പണിയേണ്ടി വരും. ചിലപ്പോൾ ഒരു തട്ട് കൊടുത്തു കഴിഞ്ഞാൽ റെഡിയാവും. അങ്ങനെ ഇത് ശരിയാക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് വിസിൽ വന്ന സൗണ്ട് ഞാൻ കേട്ടെ. അരിയിട്ടിട്ടുണ്ടായിരുന്നു. 4 വിസിലായിരുന്നു കണക്ക്. 5ാമത്തേന് മുമ്പ് അത് ഓഫാക്കണം. അതായിരുന്നു എൻ്റെ ലക്ഷ്യം. അങ്ങനെ എൻ്റെ കൃത്യസമയത്തുള്ള ഇടപെടൽ കാരണം ഇന്നിപ്പോൾ വെന്തു പോവാത്ത ചോറ് കഴിക്കാൻ പറ്റും. വളമിട്ട് ഏകദേശം തീരാനായി. അവർ നമ്മുടെ ഷെഡിൻ്റെ അടുത്ത് എത്തി. ഏകദേശം 1 മണിയോടുകൂടി പണി കഴിഞ്ഞു. അങ്ങനെ അവർ പോയി. അണ്ണന് കൊടുക്കാൻ കുറച്ച് കൂലി പെൻഡിങ് ഉണ്ടായിരുന്നു, അത് കൊടുത്തു. അപ്പം ഇത്രയായിരുന്നു ഇന്നത്തെ ദിവസം. ബാക്കി വിശേഷങ്ങളൊക്കെ വഴിയെ.